പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി ഉയരുന്ന ഒരു സ്ഥലം നിലമ്പൂരാണ്. ഇതുവരെ 97 പരാതികളാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെയാണ് പരാതികളെല്ലാം. പരാതികൾ ഉയർന്നതോടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ബിനോയ് തോട്ടത്തിൽ ഒളിവിൽ പോയി. പോലീസിന് ലഭിച്ച പരാതികൾ പ്രകാരം ഇതുവരേക്കും 38 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനുമെല്ലാം പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവരാണ് പണം മുടക്കിയവരിൽ ഏറെയും. ഇതിൽ അധികവും വീട്ടമ്മമാരാണ്. ബിനോയ് പറഞ്ഞ ആളെ ഞങ്ങള് ഫോൺ നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാൻ അവിടെ നാട്ടിലില്ല, നമ്മൾ എല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു. CSR തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെതിരെയും ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് തോട്ടത്തിനെതിരെയുമാണ് നിലമ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP ചെയർമാനായിട്ടുള്ള NGO JSSഉം അനന്തകൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന് ഇവർ നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് JSS ഡയറക്ടർ ഉമർ ഗോയ നിലമ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.